വിജയകുമാർ, ഒരു അപ്രതീക്ഷിത അസാധാരണ സാഹചര്യം എന്ന് പറയാം. തലമുതിർന്ന സീനിയർ നേതാവാണ് എം ലോറൻസ്. അദ്ദേഹത്തിന്റെ പൊതുദർശനം ഒരു ഭാഗത്ത് നടക്കുന്നു, മറുഭാഗത്ത് മക്കൾ തമ്മിലുള്ള തർക്കം, അതും മൃതദേഹം എന്തു ചെയ്യണം എന്ന് സംബന്ധിച്ചാണ്. അസാധാരണ ഒരു സാഹചര്യം എന്ന് തന്നെ പറയാം. അപ്പോൾ ഇങ്ങനെയൊരു തർക്കമുണ്ടാകാനുള്ള കാരണത്തെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ അന്വേഷിക്കുന്നത്. അത് എന്താണെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിൽ ഒരു പ്രേരണയുണ്ട് ആശയ്ക്ക് പിന്നിൽ, ആശയുടെ ഈ ആവശ്യത്തിന് പിന്നിൽ എന്നൊക്കെയുള്ള കാര്യം സഹോദരൻ പറയുന്നുണ്ടല്ലോ. പ്രധാനപ്പെട്ട വിവരം വരുന്നുണ്ട്. ശ്രീകാന്ത്, മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റണം എന്നാണ് പ്രജിൻ ഇപ്പോൾ കോടതി നിർദ്ദേശം വന്നിരിക്കുന്നത്. എം ലോറൻസിന്റെ ഭൗതിക ശരീരം മോർച്ചറിയിൽ സൂക്ഷിക്കാനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. മകൾ ആശയുടെ ഹർജി ഹൈക്കോടതി ഇപ്പോൾ തീർപ്പാക്കിയിട്ടുണ്ട്. പരാതി പരിശോധിക്കാൻ മെഡിക്കൽ കോളേജിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണ്. കാരണം കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ചെറിയ തർക്കം എന്നൊക്കെ പറയുമ്പോഴും യഥാർത്ഥത്തിൽ എം ലോറൻസ് അന്നിങ്ങനെ ഒരു സമ്മതപത്രം എഴുതി നൽകിയിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ വാക്കാൽ അദ്ദേഹം പറഞ്ഞതിനപ്പുറത്തേക്ക് എൻ്റെ മൃതദേഹം ഇങ്ങനെ വിട്ടു നൽകണമെന്ന് അദ്ദേഹം രേഖാമൂലം എഴുതി നൽകിയിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ അങ്ങനെ എഴുതി നൽകിയിട്ടില്ലെങ്കിൽ അത് ഒരു പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ ഈ ഉത്തരവ് വളരെ കൃത്യമായാണ്. അതിലൊരു തീരുമാനം ഉണ്ടാകുന്നത് വരെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കണം എന്ന തീരുമാനം വരുന്നുണ്ട്. അപ്പോൾ അത് പരിശോധിക്കാൻ മെഡിക്കൽ കോളേജിന് നിർദ്ദേശം നൽകും. അപ്പോൾ തൽക്കാലം അതിൽ ഏതെങ്കിലും തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് അത് കോടതി തീർപ്പാക്കിയിട്ടുണ്ട്. എന്താണ് അതിൽ എന്താണ് അതിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുക? മെഡിക്കൽ കോളേജിന് വിട്ടു നൽകണമെന്ന അദ്ദേഹത്തിൻ്റെ ആവശ്യത്തോട് കോടതി അനുകൂലമായാണോ പ്രതികരിച്ചിരിക്കുന്നത്, അതോ അതിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നത് വരെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കാനാണോ തീരുമാനമെന്ന് കൂടി അറിയേണ്ടതുണ്ട്. തൽക്കാലം മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കാനാണ് നിർദ്ദേശം വന്നിരിക്കുന്നത്. മെഡിക്കൽ കോളേജിന് ഇവിടെ വന്നു കഴിഞ്ഞല്ലോ, മെഡിക്കൽ കോളേജിൽ നിന്ന് ആംബുലൻസ് വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് കൈമാറും. അതാണ് ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം പറയാം. അതായത് ഈ മരണം സംഭവിച്ചതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ ഈ ബന്ധുക്കൾ മകനോടാണ് ചോദിച്ചത് എങ്ങനെ വേണം സംസ്കാരം നിങ്ങൾ നിശ്ചയിക്കണം. അതിൽ പാർട്ടിക്ക് പ്രത്യേക അഭിപ്രായമില്ല, അത് കുടുംബം നിശ്ചയമാണ്. അപ്പം മകൻ പറഞ്ഞു, അപ്പച്ചൻ പറഞ്ഞേക്കണത് ഈ ബോഡി നമ്മുടെ ഹോസ്പിറ്റലിൽ കൈമാറണം, വിദ്യാർത്ഥികൾ പഠിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ കൈമാറണമെന്നാണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനം ഞങ്ങൾ ചർച്ച നടത്തി നിശ്ചയിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ്, അവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്തത്. പാർട്ടിയെ സംബന്ധിച്ചോളം അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഈ ആളെ വളരെ ഉയർന്ന രൂപത്തിൽ തന്നെ അദ്ദേഹത്തെ നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷമുള്ള ചികിത്സ കംപ്ലീറ്റ്, ആശുപത്രികളിലുള്ള ചികിത്സ മാറിയുള്ള ചികിത്സകളെല്ലാം പാർട്ടി നടത്തിയതാണ്. അപ്പൊ അതുകൊണ്ട് അതിനുശേഷമുള്ള പിന്നെ എങ്ങനെ സംസ്കാരം വീടിന്റെ ആവശ്യം, വീടിന്റെ താല്പര്യം, അത് വെച്ചതിന് ശേഷം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. ഇനിയിപ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലും തരത്തിൽ സംസ്കാരം വേണമെന്ന് വെച്ചാൽ അതൊന്നും നമുക്ക് വിരോധമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അത് തീർച്ചയായിട്ടും നിശ്ചയിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് മെഡിക്കൽ കോളേജ് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളത് സമ്മതിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജ് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള തരത്തിലുള്ള കടലാസുകളെല്ലാം തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ചുമതലപ്പെടുത്തിയ അടിസ്ഥാനത്തിൽ അവരുടെ മറ്റേ അഫിഡവിറ്റ് മെറ്റീരിയലെല്ലാം തയ്യാറാക്കി ഇപ്പം റെഡിയായിരിക്കുന്നുണ്ട്. അത് നമ്മൾ ബോഡി കൊടുക്കുന്നു. ആര് അത് നമുക്കറിയില്ല. കുടുംബാംഗങ്ങൾ രാഷ്ട്രീയം കളിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. എന്താ നമുക്ക് അതിനെ കുറിച്ച് അറിയാം. തീരുമാനം ഇത് സംബന്ധിച്ച് എടുത്തിരുന്നില്ല ഒരു ഘട്ടത്തിലും. അല്ല, നമ്മൾ സംസ്കാരത്തെ കുറിച്ച് തീരുമാനം എടുത്തിട്ടില്ല. ആ സംസ്കാരത്തിന് തീരുമാനം എടുക്കേണ്ടത് കുടുംബമാണ്. ആ കുടുംബത്തിന്റെ അഭിപ്രായം അനുസരിച്ച് പാർട്ടി നിൽക്കും, അത്രയേ ഉള്ളൂ. എം ലോറൻസിന്റെ മൃതദേഹം സംസ്കരിക്കണമോ അല്ല അത് മെഡിക്കൽ കോളേജിന് കൊടുക്കണമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ പാർട്ടിയുടെ നിലപാടാണ് CPM എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹൻ വ്യക്തമാക്കിയത്. കുടുംബം എന്ത് പറയുന്നു അതിനൊപ്പം പാർട്ടി നിൽക്കും എന്നാണ് അദ്ദേഹം തുടരുന്നുണ്ട്. അതിലേക്ക് ഒരിക്കൽ കൂടി ശ്രീകാന്ത് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റണമെന്നാണ്. ഈ ആശ ലോറൻസിന്റെ പരാതി അത് ഹർജി തീർപ്പാക്കിയിട്ടുമുണ്ട് ഹൈക്കോടതി. പക്ഷേ ഈ പരാതി പരിശോധിക്കാൻ മെഡിക്കൽ കോളേജിന് നിർദ്ദേശം നൽകി എന്നതിലെ ഒരു വ്യക്തത അത് നമുക്ക് ആവശ്യമുണ്ട്. ഒപ്പം തന്നെ പാർട്ടി നിലപാട് വ്യക്തമാക്കുന്നു. കുടുംബം എന്ത് പറയുന്നു അതോടൊപ്പം നിൽക്കുമെന്നതാണ്. ആ കുടുംബത്തിലാണ് ഇപ്പോൾ ഈ തർക്കം നിൽക്കുന്നത്. അപ്പോൾ ഈ സങ്കീർണമായ സാഹചര്യം അത് എങ്ങനെ മറികടക്കാൻ കഴിയും എന്ന് ഇപ്പോൾ പാർട്ടിയും പറയുന്നില്ലല്ലോ. ഈ കേസ് ഹൈക്കോടതിയിലേക്ക് എത്തിയ ഘട്ടത്തിൽ തന്നെ നമ്മൾ പറഞ്ഞതാണ്, ഇത്തരത്തിൽ കോടതി ഒന്നുകിൽ ഇത് എന്റർടൈൻ ചെയ്യും, അല്ലെങ്കിൽ ഇത് കോടതി തള്ളിക്കളയും എന്നുള്ളത്. കോടതി എന്റർടൈൻ ചെയ്താൽ സാധാരണ കോടതി ചെയ്യാറുള്ളത് ഇത് മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റുക, ഈ വ്യവഹാരം കഴിഞ്ഞ ശേഷം നടപടികൾ തുടർന്നെടുക്കുക, അതായിരിക്കും കോടതി തീരുമാനിക്കുക എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്. ഏതാണ്ട് അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുന്നു. നിലവിൽ ഇപ്പോൾ കോടതിയിൽ നിന്നും ഉത്തരവ് വന്നിരിക്കുന്നത്, ഹൈക്കോടതിയിൽ നിന്നും ഉത്തരവ് വന്നിരിക്കുന്നത് മൃതദേഹം തൽക്കാലം മോർച്ചറിയിൽ സൂക്ഷിക്കാനാണ്. മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഒരുപക്ഷെ ഈ വ്യവഹാരം അവസാനിച്ച ശേഷം
ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാം എന്നുള്ളതായിരിക്കും കോടതി ഇപ്പോൾ ചിന്തിച്ചിരിക്കുന്നത്. അവരുടെ MM ലോറൻസിന്റെ മകന്റേതടക്കമുള്ള പ്രതികരണങ്ങൾ നമ്മൾക്ക് ഈ നിമിഷം ലഭിക്കും എന്ന് കരുതുന്നു. ഇപ്പോഴും ഇവിടെ പൊതുദർശനം നടക്കുകയാണ്. 4 മണിവരെ പൊതുദർശനം നിശ്ചയിച്ചിട്ടുണ്ട്. ഈ 4 മണിവരെയുള്ള പൊതുദർശനം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ MM ലോറൻസിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നത്. എന്തായാലും കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളത് കോടതിയിലേക്ക് ഈ MM ലോറൻസിനെ പോലെ ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റ്, അക്കാര്യത്തിൽ യാതൊരു സംശയത്തിന്റെയും ഇടയില്ല, അദ്ദേഹത്തെ പോലെ ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് ഈ അവസാന ഘട്ടത്തിൽ ഇങ്ങനെയൊരു സാഹചര്യം വന്നത് ദൗർഭാഗ്യകരം എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹത്തിന്റെ മകന്റേതടക്കമുള്ള പ്രതികരണങ്ങൾ ഇനി ലഭിക്കേണ്ടതുണ്ട്.